നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് മുതൽ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. റിഫോംസ്, സാമ്പത്തിക മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ ഉണ്ടെങ്കിലേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നതായിരുന്നു മോഡിജിയുടെ പ്രഖ്യാപിത നിലപാട്. അതെല്ലാ ബഡ്ജറ്റിലും കാണാമായിരുന്നു. ഇത്തവണത്തെ ബഡ്ജറ്റിലും ഇപ്പോൾ നിർമ്മലാ സീതാരാമന്റെ 9ാമത്തെ ബഡ്ജറ്റാണ്. 12 വർഷം പൂർത്തിയാക്കിയ മോഡി ഗവൺമെന്റിന്റെ അടുത്ത ബഡ്ജറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിലും നമ്മൾ കാണുന്നത് സമഗ്രമായ ഒരു പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ത്വരയാണ്. ഒരു ഉദാഹരണം ബാങ്കിങ് സെക്ടറിലെ റിഫോംസിന് വേണ്ടിയിട്ട് ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ വയ്ക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം റിഫോംസിലൂടെ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു മോഡിജിയുടെ കൺസെപ്റ്റ് അത് വസ്തുതയാണെന്ന് കണ്ടു. കാരണം നമ്മൾ ഇന്ന് ലോകത്തെ 4ാമത്തെ ശക്തിയായിട്ട് മാറി. 2027 ആകുമ്പോഴേക്ക് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സമ്പദ്ഘടനയായിട്ട് മാറണം എന്നതാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആഗ്രഹം. അതിനനുസൃതമായ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഈ ബഡ്ജറ്റിൽ കാണുന്നത്. മൊത്തത്തിൽ നിരീക്ഷിച്ചാൽ അങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക. രണ്ടാമത്തേത്, ഏത് സെക്ടറിനാണ് ഊന്നൽ നൽകേണ്ടത്, ഏത് സെക്ടറാണ് നമുക്ക് രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് അനിവാര്യം എന്നതും കൂടി നോക്കിയുള്ള നീക്കങ്ങൾ ഇതിൽ കാണാം. ഒരു ഉദാഹരണം, ആയുർവേദത്തിന് കൊടുത്തിട്ടുള്ള പ്രാമുഖ്യം. ആയുർവേദം ഒരു ചികിത്സാ രീതി മാത്രമല്ല. ഇന്ന് നമ്മുടെ കേരളത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ടൂറിസം സെക്ടറിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം കൂടി നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ രാജ്യത്ത് 3 എയിംസ് പ്രഖ്യാപിച്ചതിൽ അത് ആയുർവേദ എയിംസ് ആണ്. ഇതുവരെ ഒരു ഗവൺമെൻറ് ചിന്തിക്കാൻ പറ്റാത്തതാണ് മോഡിയുടെ മനസ്സിൽ വന്നത്. ആയുർവേദ ചികിത്സയ്ക്കായിട്ട് എയിംസ്, അത് കേരളത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ കേരളം ആയുർവേദ മേഖലയിൽ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ പോലും അത് കേരളത്തിനുള്ള അംഗീകാരമാണ്. കേരളത്തിൻ്റെ പ്രൊഡക്റ്റാണ് ആയുർവേദം. കേരളത്തിൻ്റെ വിജ്ഞാന വീഥിയാണ് ആയുർവേദം എന്നതുകൊണ്ട് തന്നെ അത് നമുക്കൊക്കെ അഭിമാനകരമാണ്. വേറൊന്ന്, വിവാദങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ്. മിനറൽ സെക്ടറിൽ ഒരു പുതിയ കോറിഡോർ വരും. അതിൽ കേരളത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, ഈ കരിമണൽ പോലുള്ള റിച്ചസ്റ്റ് മിനറൽസ് അതിൻ്റെ ഒരു വലിയ ശേഖരമുള്ള നാടാണ് കേരളം. കേരളത്തിലെ ഈ മിനറൽസ് വേണ്ട വിധം ഉപയോഗിച്ചാൽ കേരളത്തിൻ്റെ എക്കണോമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ കുതിച്ചുചാട്ടം, അത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരിക്കൽ അതിനെക്കുറിച്ച് ചിന്തിച്ചതും അതിന് നടപടിയെടുക്കണമെന്ന് നിർദ്ദേശിച്ചതാണ് വാജ്പേയിയുടെ 2ാമത്തെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷെ അന്ന് കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കി. കരിമണൽ ഖനനം വരുന്നു, അത് കടൽ എടുത്തു പോകും ഭൂമി എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടായത് നമ്മൾ ഓർമ്മയുണ്ടാവും. പക്ഷേ ആ മേഖലയിൽ പൊതുമേഖല ഉൾപ്പെടെ ഒന്നിച്ച് നിന്ന് ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് എന്ന് മോഡി ഗവൺമെൻറ് വീണ്ടും മനസ്സിലാക്കുന്നു. അതിനുള്ളൊരു പദ്ധതി തയ്യാറാക്കുന്നു എന്നാണ് ഞാൻ ഈ പ്രാഥമികമായിട്ട് ബഡ്ജറ്റ് പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ മേഖലയ്ക്കും, ഒരു സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി, MSME സെക്ടറിന് വേണ്ടി, ഖാദിക്ക് വേണ്ടി, ഏത് മേഖലയ്ക്കാണ് ഊന്നൽ നൽകാത്ത, കാർഷിക മേഖലയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന മറ്റൊരു രേഖയായിട്ട് ഈ ബഡ്ജറ്റ് മാറിയിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വികസിത ഭാരതത്തിന് ആക്കം കൂട്ടുന്ന ഒരു ബജറ്റാണിത്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സുസ്ഥിര വികസനത്തിന്റെ പോളിസികളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഈ പറ്റുന്ന പ്രത്യേകമായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളത്തെയും കൂടി ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുക എന്നൊരു പോളിസിയാണ് എടുത്തിരിക്കുന്നത്. ആ പോളിസി യഥാർത്ഥത്തിൽ കേരളം കണ്ടുപഠിക്കേണ്ടതാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല ഇവിടെ വികസനവും ക്ഷേമ പ്രവർത്തനവും നടത്തേണ്ടത്. പക്ഷേ ഇവിടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യണം. ആ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുവാനുള്ള എല്ലാത്തരം പദ്ധതികളും യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഈ ബജറ്റിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ, MSME, ടൂറിസം,
മത്സ്യമേഖല, ആയുർവേദം, ഇതൊക്കെ കേരളത്തിന് ഏറ്റവും വലിയ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇത്രയും ഏതാണ്ട് 9.5 ലക്ഷം സംരംഭകർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിലൊരു വലിയ വിഭാഗം സ്ത്രീ സംരംഭകരാണ്. ആ സ്ത്രീ സംരംഭകർ ഈ മാർക്കറ്റിംഗ് ഒരു വലിയ പ്രശ്നമായിട്ടാണ് അവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. പക്ഷെ അവർക്ക് വേണ്ടി ഷീ മാർട്ടുകൾ തുടങ്ങിയിരിക്കുന്നു. വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ വന്നിരിക്കുന്നു. അതായത് 20,000 കോടി രൂപയാണ് ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. MSME ചാമ്പ്യന്മാർക്ക് വേണ്ടി 10,000 കോടി നൽകിയിരിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള മുഴുവൻ സാധ്യതകളെയും കേരളം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ധാതു ഖനനം ആ പദ്ധതിയിലേക്ക് കേരളത്തെ ചേർത്തിരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ പദ്ധതി മാത്രം മതി. അതുകൊണ്ട് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന ആ ശക്തമായ വിഷണറി ബജറ്റ്, ആ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന മുഴുവൻ പദ്ധതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രായോഗികമായി നടപ്പിലാക്കി ഈ കേരളത്തെ കടക്കണിയിൽ നിന്നും ഒരു വികസിത കേരളമാക്കി മാറ്റുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ നമ്മുടെ ഈ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും എല്ലാ സംസ്ഥാനങ്ങളെയും തഴുകിത്തലോടിക്കൊണ്ടുള്ള ഒരു നല്ലൊരു ബഡ്ജറ്റ്, ഓരോ സംസ്ഥാനങ്ങളെയും ഒരു വേർതിരിവ് കാണിക്കാതെ നല്ലൊരു രീതിയിലുള്ള നല്ലൊരു ബഡ്ജറ്റാണ് നിർമ്മലാജി അവതരിപ്പിച്ചിരിക്കുന്നത്. 9ാമത്തെ ബഡ്ജറ്റും കൂടിയിട്ടാണ്. എല്ലാ മേഖലയെയും നല്ല രീതിയിൽ തഴുകിക്കൊണ്ടുള്ള നല്ലൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചേക്കുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയെ ഒരു പുത്തൻ ഉണർവിലേക്ക് കൊണ്ടുപോകുന്ന നല്ലൊരു ബഡ്ജറ്റ്. നമ്മുടെ ഇന്ത്യ ഒരു വൻ ശക്തിയായി തീർച്ചയായിട്ടും GDP വളർച്ചയിൽ ഇപ്പം നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് ഭാരതം. അത് തീർച്ചയായിട്ടും ഉടനെ തന്നെ അതുണ്ടാവും. നമ്മളുടെ ഈ പുതിയ ബജറ്റിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റാണ് ഈ പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ സ്ത്രീ സുരക്ഷ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പദ്ധതികളുണ്ട്. ഷീ മാർട്ട്, അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അതൊക്കെ സ്ത്രീ ശാക്തീകരണത്തിനും അതുപോലെ യുവാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. ഇന്നത്തെ ബഡ്ജറ്റ് ഗംഭീരമായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾ നിർമ്മലാജി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിനും ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ദിനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ 7% GDP നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം വൈകാതെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറും. നമ്മുടെ നിർമ്മലാജി അതിനുള്ള എല്ലാ പദ്ധതികളാണെന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ നല്ലൊരു ശുഭാപ്തി വിശ്വാസം.